മലയാളികൾക്കിഷ്ടം മുതലാളിമാരെയാണെന്നും തൊഴിലാളികളെയല്ലെന്നും ഇലക്ഷൻ ഫലം വന്നപ്പോൾ 4ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പോലും വ്യക്തമായി മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. തൊഴിലാളി വർഗ സിദ്ധാന്തങ്ങൾ ഗോവിന്ദൻ മാഷെ പോലെയുള്ള ബുദ്ധിജീവികൾ കഴിഞ്ഞ 100 വർഷമായി മലയാളികൾക്കിടയിൽ പ്രചരിപ്പിച്ചത് ഇപ്പോൾ ഉപയോഗശൂന്യമായി മാറിയിട്ടുണ്ട്. നല്ല കുപ്പായമിടുകയും വെളുക്കെ ചിരിക്കുകയും ബെൻസുകാരിൽ വന്ന് ലോക്യം കൂടുകയും ചെയ്യുന്ന മുതലാളിമാരെ ജനങ്ങൾ ഇലക്ഷനിൽ വിജയിപ്പിക്കുവാനും തങ്ങളുടെ സംസ്ഥാനത്തിൻ്റെ ഭാവി അവരുടെ കൈകളിൽ ഏൽപ്പിക്കുവാനും തയ്യാറായിട്ടുണ്ട്. സമൂഹത്തിൻ്റെ മേൽക്കൈ എപ്പോഴും മുതലാളിമാരുടെ കയ്യിലായിരുന്നു. എന്നാൽ കേരളത്തിലെ തൊഴിലാളികൾ കൂലി കൂടുതൽ കിട്ടുവാൻ വേണ്ടി യൂണിയനുകൾ ഉണ്ടാക്കുകയും നിലമ്പൂരിലെ കുഞ്ഞാലിയെ പോലെയുള്ള നേതാക്കന്മാർ ഉയർന്നു വരികയും ചെയ്തു. മുതലാളിമാരുടെ സമ്പത്തിൽ അസൂയ പൂണ്ട് തൊഴിലാളികൾ അവർക്കെതിരെ തിരിഞ്ഞപ്പോഴാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവമുണ്ടായത്. ആദ്യകാലങ്ങളിൽ തൊഴിലാളികളുടെ കൂലി കൂട്ടുവാനും ജീവിത നിലവാരം ഉയർത്തുവാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ അടുത്ത കാലത്തായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂടുതൽ ആധിപത്യം സ്ഥാപിക്കുകയും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കടന്നു കയറുവാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫാക്ടറികളും കൃഷിത്തോട്ടങ്ങളും മാത്രമല്ല, ഓഫീസുകളിലും ആരാധനാലയങ്ങളിൽ പോലും കമ്മ്യൂണിസ്റ്റുകാരുടെ കടന്നുകയറ്റമുണ്ടായത് ജനങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്ന് മാത്രമല്ല, കേരളത്തിലെ കോളേജുകളിൽ SFIയിൽ മെമ്പർഷിപ്പ് എടുക്കാത്ത കുട്ടികളെ ആക്രമിക്കുന്ന ഒരു സ്വഭാവം കഴിഞ്ഞ 25 കൊല്ലത്തിനിടയ്ക്ക് വ്യാപകമായി തുടങ്ങിയിട്ടുമുണ്ട്. മലയാളികൾ ധീരന്മാരല്ലാത്തതുകൊണ്ട് ഭൂരിഭാഗം ആളുകളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധം സ്ഥാപിക്കുവാൻ തയ്യാറായതും അങ്ങനെയാണ്. എന്നാൽ മുതലാളിമാരോടുള്ള ബഹുമാനം ഇപ്പോഴും മലയാളികൾ കൈവിട്ടിട്ടില്ല എന്നാണ് കോൺഗ്രസിന് വോട്ട് ചെയ്യുവാൻ ധാരാളം ആളുകൾ മുന്നോട്ട് വരുമ്പോൾ നാം മനസ്സിലാക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു മുതലാളി ബഹുമാനം മലയാളികൾക്കുണ്ട് എന്ന് മനസ്സിലാക്കി കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ പലരും സ്വത്ത് സമ്പാദിക്കുകയും വലിയ കാറുകളിൽ യാത്ര ചെയ്യുകയും നല്ല കുപ്പായമിടുവാനും തുടങ്ങിയിട്ടുണ്ട്. അതോടുകൂടി കേരളത്തിലെ മുതലാളി വർഗം കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് മലയാളികൾ പകുതി പേർ വിശ്വസിക്കുവാൻ തുടങ്ങി. എങ്കിലും കോൺഗ്രസ്സുകാരെ പോലെ വെളുക്കെ ചിരിക്കുവാനും ഇടക്കിടക്ക് മുതലക്കണ്ണീർ ഒഴുക്കുവാനും കമ്മ്യൂണിസ്റ്റുകാർക്ക് കഴിവില്ലാത്തതുകൊണ്ട് പകുതി മലയാളികൾ കോൺഗ്രസ്സുകാരെയും മുസ്ലിം ലീഗുകാരെയും ആരാധിക്കുന്ന ആളുകളായി തുടരുകയുണ്ടായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധികാരം 10,000-ഓളം വരുന്ന നേതാക്കന്മാരിൽ ഒതുങ്ങി നിൽക്കുകയും സാധാരണക്കാർക്ക് കാര്യമായി ഒന്നും കിട്ടാതിരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം കഴിഞ്ഞ 8 വർഷത്തിനിടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. ആയിരക്കണക്കിന് ബ്രാഞ്ച് സെക്രട്ടറിമാരും ഏരിയ സെക്രട്ടറിമാരും ധനികരാകുകയും ജില്ലാ സെക്രട്ടറിമാരും സംസ്ഥാന നേതാക്കന്മാരും വമ്പിച്ച പ്രതാപവും ശക്തിയുമുള്ള ആളുകളായി മാറുന്നതും നാം കാണുകയുണ്ടായി. കേരളത്തിലെ IAS ഉദ്യോഗസ്ഥന്മാരും ക്ലർക്കുമാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിമാരെ പേടിക്കുന്ന ഒരു കാലം ഇപ്പോൾ സംജാതമായിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് കമ്മ്യൂണിസ്റ്റ് മുതലാളിമാരും കോൺഗ്രസ് മുതലാളിമാരും ഇലക്ഷനിൽ നേരിട്ട് ഒരു മത്സരത്തിന് തയ്യാറായത്. കമ്മ്യൂണിസ്റ്റ് മുതലാളിമാരിലുള്ള വിശ്വാസം പൂർണ്ണമായി നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും കോൺഗ്രസ് മുതലാളിമാർ കുറെ കൂടി ഗ്ലാമറസ് ആയതുകൊണ്ട് പകുതിയോളം മലയാളികൾ അവരുടെ പുറകെ പോകുവാൻ തുടങ്ങിയിട്ടുണ്ട്. കോൺഗ്രസ്സുകാർ കാശുള്ളവരാണെങ്കിലും അവർക്ക് കോടീശ്വരന്മാരാകുവാൻ സാധ്യമല്ല. അല്പം നന്നായി കാശുണ്ടാക്കാൻ സാധിക്കുന്ന കോൺഗ്രസ്സുകാരെയും ലീഗുകാരെയും കുറിച്ചുള്ള വിവരങ്ങൾ BJPക്കാർ ന്യൂഡൽഹിയിലേക്ക് അറിയിക്കുകയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇൻകം ടാക്സും CBIയും അവരെ വേട്ടയാടാൻ തുടങ്ങുകയും ചെയ്തു. അതുകൊണ്ടാണ് കേരളത്തിലെ യഥാർത്ഥ മുതലാളിമാർ പലരും BJPയുടെ പ്രവർത്തകരായി മാറിയത്. BJPക്കാരെ കേരള പോലീസിന് ഉപദ്രവിക്കാൻ കഴിയുകയില്ല, കാരണം അവർക്ക് വക്കീലന്മാരുണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇൻകം ടാക്സും അവരെ വേട്ടയാടുകയില്ല, കാരണം കോൺഗ്രസ്സുകാരെയും ലീഗുകാരെയും കമ്മ്യൂണിസ്റ്റുകാരെയും മാത്രമാണ് കേന്ദ്ര ഏജൻസികൾ വേട്ടയാടുന്നത്. ഈ സാഹചര്യത്തിലാണ് കേരളത്തിലെ വൻകിട മുതലാളിമാർ BJPയോടൊപ്പം നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് മുതലാളിമാർ വളരെയധികം വളർന്ന സ്ഥിതിക്കും BJP മുതലാളിമാർ അവരോട് കിടപിടിക്കാനുള്ള ശക്തി സംരംഭിക്കാൻ തുടങ്ങിയ സ്ഥിതിക്കും കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരിക്കലും വിട്ടുകൊടുക്കുന്ന സ്വഭാവം ഇല്ലാത്തതുകൊണ്ടും കേരളം ഒരു സംഘർഷഭൂമിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ബുദ്ധിയുള്ള മലയാളികൾ ബാംഗ്ലൂരിലേക്കും ബോംബെയിലേക്കും താമസം മാറിക്കഴിഞ്ഞു.